സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ കേസ് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ മറ്റേതിൻ്റെ ബാക്കിയാണ് കേസൊക്കെ. നമ്മൾ മൗണ്ട് ചില്ലാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൗണ്ട് ചില്ലാടി നമ്മൾ പിന്നായിരുന്നു പകുതി പാർട്ട് 2 ആക്കിയിട്ട് ഇട്ടാന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേസൊക്കെ. ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യുക കേസൊക്കെ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേസ്. നമ്മളാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ലാസ്റ്റ് ഇവിടെ ആയിട്ടായിരുന്നു ഇന്നത് കേസൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സെല്ലാം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ. ഏതായാലും നമുക്കിനിയും തിരിച്ച് പോകണം കേസൊക്കെ. മരം കൊണ്ട് നമുക്കിനിയും തിരിച്ച് പോകണം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേസ്. ഏതാ ഓക്കെ, നമുക്ക് ഏതായാലും ഇനിയും തിരിച്ച് പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം. മരം കൂട്ടിയിട്ട് കയറി പോകണം. ഇമാര് വണ്ടിയെ കയറുന്നില്ലല്ലോ, ഇവിടെ ചാടിയൊക്കെ വരുന്നത്. ഇമാരെന്താ കേസ് വണ്ടിയെ കയറാത്ത? റൈഡൻ വരുന്നുണ്ട്. റൈഡൻ കയറിയിട്ടുണ്ട്. ഓക്കെ, ആ തടിയനും കയറിയിട്ടുണ്ട്, അവനും കയറുന്നുണ്ട്. ഓക്കെ അവനും കയറി. ഇനി നമുക്ക് തിരിച്ചു പോകാൻ കേസൊക്കെ. നമുക്ക് ഏതായാലും വണ്ടി എടുത്ത് പോകാം കേസൊക്കെ. നമ്മൾ ആ നൈറ്റിൽ തന്നെയാണ് തിരിച്ച് പോകുന്നതും. ഓക്കെ, നമ്മളപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ബ്രോ ആണെങ്കിൽ നമുക്ക് നേരത്തെ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പാർട്ട് 2 കൂടെ ഇടുന്നത് കേസൊക്കെ. അപ്പോൾ നിങ്ങളേതായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പോകാം കേസ്. ഒക്കെ ഈ ഇടവഴിയൊക്കെ നമുക്ക് കയറി പോകണം കേസ്. ഇടവഴിയോ കേസ്, ഇവിടെ നിന്നൊക്കെ താഴെ പോയാൽ തീർന്നു കേസ്. അപ്പോൾ ഏതായാലും ഈ ഇടവഴിയൊക്കെ കാണുന്നതൊക്കെ രാത്രി ആയതുകൊണ്ട് വലിയ പിടുത്തമൊന്നും കിട്ടത്തില്ല കേസൊക്കെ. മാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിൽ പോകുന്നത്. വലിയ ഒരു പിടുത്തം കിട്ടത്തില്ല. നമ്മളെപ്പോൾ വേണമെങ്കിലും താഴെ പോകും. ഇതുപോലത്തെ ഒക്കെ വഴി വരുമ്പോൾ നേരെ നമ്മൾ പോകത്തുള്ളൂ കേസൊക്കെ. ഓക്കെ, നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട് കേസ്. ഓക്കെ, നമ്മളെ വണ്ടി ജസ്റ്റ് വളഞ്ഞ് താഴോട്ട് പോയി ഇടിച്ചിടിച്ചിടിച്ച് കേസ്. നമ്മളെ വണ്ടിയുടെ ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. അതിന് നമ്മൾ അതുവഴി ഇങ്ങോട്ട് വന്നതല്ലേ. ക്യൂവിൽ തിരിച്ച് ടിക്കറ്റ് കൊടുക്കണം കേസൊക്കെ. നമ്മുടെ ആ ഒരു ടിക്കറ്റ് കൊടുക്കാതെ നമുക്കിനിയും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ടിക്കറ്റ് കൊടുക്കണം. അപ്പം ഞാൻ ഏതായാലും ടിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം കേസ്. ടീമാരിവിടെ നിൽക്കട്ടെ, നമുക്ക് ടിക്കറ്റ് കൊണ്ട് കൊടുക്കാം കേസ്. ഓക്കെ, നമ്മളിവിടെ വന്നായിരുന്നു ടിക്കറ്റ് എടുത്തത്. നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പോകണം കേസ്. നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ പോകണം. ടീമാരെയൊക്കെ വിളിച്ചിട്ട് കയറാം കേസ്. അമ്മമാരൊക്കെ ഒരുമിച്ചാണ് കേസ്. അമ്മമാർ 3 പേര് കയറിയത്. പിന്നെ നമുക്ക് പോകാം. നമ്മുടെ വണ്ടിയുടെ ഒരു ലൈറ്റ് പോയിട്ടുണ്ട് കേസ്. ഒരു ലൈറ്റ് പോയിട്ടുണ്ട്. ഒന്നും സീനില്ല. നമുക്ക് ഏതായാലും വീട്ടിൽ ചെന്നിട്ട് സെറ്റാക്കാം കേസ്. ഒക്കെ അതൊക്കെ ലൈറ്റൊക്കെ നമുക്ക് താണ്ട് ഈ ഇടവഴിയൊക്കെ നല്ല വഴിയൊക്കെ ഉണ്ട് കേസൊക്കെ. നിങ്ങൾക്ക് വല്ല ഇങ്ങനത്തെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഒന്ന് ചെയ്താൽ മതി കേസൊക്കെ. നമ്മളതുപോലൊക്കെ ചെയ്യാം കേസ്. പിന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേസൊക്കെ. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ അടിച്ച് പൊട്ടിച്ചു കേസ്. എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് റോങ് സൈഡ് കയറി കേസ്. ഒക്കെ നമുക്ക് അപ്പുറത്തെ സൈഡ് വഴിയാണ് പോകുന്നത്. നമ്മൾ തെറ്റായിട്ടുള്ള ഇതാണ്. നമുക്കായാലും അപ്പുറത്തോട്ട് ഇതുവഴി ഒന്ന് കയറിയേക്കാം കേസ്. നമുക്കിനിയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലണം. ഇമാർക്കൊക്കെ നല്ല റെസ്റ്റ് എടുക്കണം കേസൊക്കെ. ഇമാരൊക്കെ ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം. നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ CJ ഒറ്റയ്ക്കാണ് ഇതുവഴിയൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള റെസ്റ്റൊക്കെ CJക്ക് കൊടുക്കണം. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം കേസൊക്കെ. പിന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട് കേസ്. നമ്മുടെ വണ്ടിയുടെ പാർട്സ് ഒന്നും പെട്ടെന്ന് ഊരിയൊന്നും പോകത്തില്ല കേസൊക്കെ. നമ്മൾ അതുപോലത്തെ രീതിക്കാണ് വണ്ടിയൊക്കെ പണിത് ഇറക്കിയിട്ടുള്ളത്. നമ്മൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ട് കേസൊക്കെ. ലൈറ്റ് പെട്ടെന്ന് പൊട്ടും കേസ്. അപ്പം നമ്മൾ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വണ്ടിയാക്കിയിട്ട് കാണാൻ ഫ്രണ്ടിലോട്ട് ചാടിക്കും ഇമാരൊക്കെ. നമ്മളെങ്ങോട്ട് പോവുക ആ സൈഡ് വഴി ഇമാർ ചാടിക്കും. ചിലപ്പോൾ ആ നീലക്കാർ ചാടിക്കുമായിരിക്കും. നമ്മളേതായാലും തിരിച്ച് വീട്ടിലോട്ട് പോകണം കേസ്. ഇതിന് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു കേസ്. ഓക്കെ, ഒരു പാർട്ട് 2 എടുത്തായിരുന്നു. പക്ഷേ എൻ്റെ അത് സ്റ്റോറേജിൻ്റെ ഏതാണ്ട് പ്രശ്നം കാരണം അത് ഇതായില്ല കേസ്, റെക്കോർഡായില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കേണ്ട വന്നിട്ടുണ്ട് കേസ്. അത് പിന്നെ ഗെയിമിന് കുറച്ച് ഇതൊക്കെ വന്നായിരുന്നു കേസ്, പ്രോബ്ലംസൊക്കെ വന്നായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മളിപ്പം കളിക്കുന്ന കേസൊക്കെ. അതുകൊണ്ടാണ് താമസിച്ചത്.
നമുക്കത് കണ്ടോ മരിപ്പം നമ്മൾ ഇടിപ്പിച്ചാണ്. കണ്ടോ ഇടിപ്പിക്കാൻ തന്നെ ഇമാരി പോകുന്നതെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു പാട്ട് തോന്നുന്നു. ഇടിച്ച് മലത്തിയൊക്കെ വെക്കുമോ? ഓക്കെ, അവരുടെ വണ്ടി കത്തിയിട്ടുണ്ട്. നമുക്കേതായാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ ചെല്ലണം. നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡിലത്തെ ഇൻഡിക്കേറ്ററും കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, ആ മിററിൻ്റെ അവിടുത്തേതാണ്. ഏതാണ്ടൊക്കെ ശബ്ദമൊക്കെ കേൾക്കണം. നമ്മുടെ ആളെയൊക്കെ ഇടിച്ചിട്ടെന്ന് തോന്നുന്നു. വണ്ടിയെ കയറാം. ഓക്കെ, നമ്മുടെ റൈഡറിന് എന്ത് കാണുന്നില്ലല്ലോ. നമ്മുടെ ഒരുത്തനെ കൊന്നു അവന്മാർ. നമ്മളൊരുത്തനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവനെ എങ്ങനെയും രക്ഷിക്കണം. ഇവനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയും കൊണ്ടുപോകണം. എന്ത് ചെയ്യും? ഏതായാലും അവിടെ ചെന്ന് അവനെ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വിളിച്ച് വരുത്താം. ഓക്കെ, ഏതായാലും അവനെ സെറ്റാക്കാം. നമുക്കേതായാലും അവനെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് സെറ്റാക്കി വെക്കണം. ഇല്ലേ ശരിയത്തില്ല, അവനെയും കൂടെ തിരിച്ച് കൊണ്ടുപോകണം. നമ്മൾ അവനെയൊക്കെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കുറച്ച് നേരമൊക്കെ എടുത്ത് അവനെയൊക്കെ ശരിയാക്കി. ഓക്കെ, അവന് വലുതായിട്ടൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മളെങ്ങനെയൊക്കെ അവനെ ശരിയാക്കി. ഓക്കെ, അവനെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ബീച്ചിലും കൂടെ കയറിയിട്ടൊക്കെ പോകാം. ഓക്കെ, ബീച്ചിലൊക്കെ കയറാം. ടാക്സിയൊക്കെ പുറകെ വന്ന് ഇടിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലോട്ടാണ് ചാടുന്നത്. ഓക്കെ, നമുക്കേതായാലും വണ്ടി അടിച്ച് നമുക്കേതായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്താം. ഓക്കെ, എന്നിട്ട് ഇവനെ കൊണ്ട് നമുക്ക് ബീച്ചിലൊക്കെ ചുമ്മാ കറങ്ങി നടക്കാം. ഇതൊക്കെ നമ്മളെ വണ്ടി കുറച്ച് ഇതൊക്കെയാണ്. ഓക്കെ, നമ്മളെ ലൈറ്റൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, താണ്ടാണ്ട താട്ട് പോന്നു. അവനിപ്പോൾ താണ്ടാ പോകുന്നു. നമുക്ക് അവനെ രക്ഷിക്കണം. ഇമാരൊക്കെ കൊണ്ടുവന്ന വലിയ വള്ളിയാണ് ഇമാരെ കൊണ്ടുപോകുന്നത്. ഓക്കെ, വരുന്നില്ല. അപ്പോൾ അടുത്തവൻ ഓക്കെ ഇട്ടുണ്ട്. ഓക്കെ, ഇമാരെ വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ വിടാം. ഓക്കെ, ഇമാർ പൊക്കോട്ടെ. ഓക്കെ, അമ്മരോടൊക്കെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അമ്മമാരൊക്കെ ഇങ്ങോട്ടേലൊക്കെ പൊക്കോളും. നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാം. നമുക്ക് അവിടെ ഒരു വീടുണ്ട്. അങ്ങേയറ്റത്ത് നമ്മുടെ വീടാണ്. സീജയുടെയൊക്കെയാണ്. ഏതായാലും ബീച്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. അവന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുവാണ്. ഒക്കെ ഇപ്പം വലിയ സീൻ കാണത്തില്ലായിരിക്കും. തന്നെ ഇവിടെ പെട്ടുപോയോ? വെള്ളത്തിലോട്ട് പോകുന്നു. ആണ്ട പോകുന്നു. ഇമാരെ പിടിക്കണം. ഇല്ല ശരിയാകത്തില്ല. ഇമാരെ പിടിക്കണം. ഓക്കെ, ഇമാരെ പിടിക്കണം. അവനും കൂടെ വിളിക്കും. ഓക്കെ, അമ്മമാരെ വിളിച്ചിട്ടുണ്ട്. ഇല്ല സീനാകും. ഇമാരൊക്കെ എപ്പോഴേ വെള്ളത്തിലോട്ടൊക്കെ എടുത്ത് ചാടും. ഏതാണ്ടിരിക്കുന്നു. അമ്മമാരെയും കൂടെ നമ്മൾ കളഞ്ഞു. ചാടി വാ. ഓക്കെ, അവനും കൂടെ വരുന്നുണ്ട്. അവനെ തല ഇടിക്കുവാണ് അവിടെ കണ്ട്. ഇനി മറ്റവൻ എന്ത് ചെയ്യും? മറ്റവനെയും കൂടെ വിളിക്കണം നമുക്കിനിയിപ്പോൾ. ഏതായാലും ഇവിടെ പോകുന്നു അവനെയും കൂടെ പെട്ടെന്ന് വിളിക്കാം. അവനെയും കൂടെ വിളിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ഒക്കെ ഇല്ലേ ശരിയാകത്തില്ല. ഇമാരൊക്കെ വെള്ളത്തിൽ ചാടും. ഒക്കെ അപ്പോൾ ഏതായാലും ട്രിപ്പൊക്കെ പൊളിയല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല പ്ലാനും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും കമൻറ്റ് ചെയ്യുക. ഒക്കെ ഞാൻ അതുപോലെ ചെയ്യാനാണ്. ഓക്കെ, ഇമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ജയൻറ്റ് വീലൊക്കെ ഉണ്ട്. ഒക്കെ ഒക്കെയാലും അത് തിരിച്ച് പോകണം. ഓക്കെ, ഇമാർ വരുന്നുണ്ടോ? ഓക്കെ, അവന്മാർ വരുന്നുണ്ട്. പെട്ടെന്ന് ഓടി വാ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വണ്ടിയെ കയറാം. ഓക്കെ, അവന്മാർ വന്നോളൂ. നമുക്ക് വണ്ടിയെ കയറാം. ഓക്കെ, റൈഡൻ കയറിയിട്ടുണ്ട്. ഇനി രണ്ടുപേരുടെ കയറുന്നുണ്ട്. അവൻ വീണ്. ഓക്കെ, അവനോട് കയറിയാൽ മതി. ഓക്കെ, അവൻ ഫ്രണ്ടിലാണ് കയറുന്നത്. അവനാണ് നമ്മുടെ ഗ്രോസ് സ്ട്രീറ്റ് ഗ്യാങ്ങിൻ്റെ ഒരു ലീഡറാണ് അവനാണ് നമ്മളോട് അന്ന് ലംബോർഗിനി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. നമ്മളതിൽ അതുപോലെ ലംബോർഗിനിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഏതായാലും അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ, ലാഗ് അടിച്ചായിരുന്നു ഗൈസ് അവിടെ. നമുക്ക് ഏതായാലും പോകാം ഗൈസ്. ഓക്കെ, അത് നമുക്ക് ഈ വണ്ടി ഒന്ന് ബീച്ചിലിറക്കി നോക്കാം ഗൈസ്. ഓക്കെ, മണലിലോട്ട് ഇറക്കാം ഗൈസ്. ഒന്നും സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. പോകുമോ വണ്ടി? നീങ്ങുന്നുണ്ട്. ഇപ്പോൾ പേടിച്ചൊക്കെ പോയി ഗൈസ് അവിടെ ഇരിക്കുന്നവരൊക്കെ. ബീച്ചിലൊക്കെ അത്യാവശ്യം തെന്നൊന്നുമില്ല ഗൈസൊക്കെ. നല്ല ഏകദേശമൊക്കെ നല്ലൊരു ഇതാണ് ഗൈസൊക്കെ. തെന്നൊന്നുമില്ല. അത്യാവശ്യം ഇതുപോലെയുള്ള മണലിൽ കൂടെ ഒക്കെ ഇറക്കാൻ നല്ലൊരു വണ്ടിയാണിത് ഗൈസൊക്കെ. തെന്നൊന്നുമില്ല. ഒത്തിരി സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ പിന്നെ ഏതെങ്കിലും കാറിൻ്റെ മോഡ് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഗൈസൊക്കെ. നമുക്കിഷ്ടമുള്ള കാറിൻ്റെ മോഡ് ഏതായാലും കൊണ്ടുവരാം ഗൈസ്. കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, നമുക്കായാലും തിരിച്ചു പോകാം ഗൈസ്. നമ്മുടെ വീട്ടിലോട്ട് ചെല്ലണം. ഇമാർക്കൊക്കെ നല്ല റെസ്റ്റ് വേണം. അടുത്ത പ്രാവശ്യം എല്ലായിടത്തുമൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് പോയേക്കാം ഗൈസ്. ഓക്കെ, ഏതായാലും ഇവിടെ കുറച്ച് നേരം ഒന്നും നിൽക്കണ്ട. നമുക്കായാലും പോകാം. വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കളറൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിപ്പം മാറ്റണം അതോ പിന്നെ എങ്ങാനും മാറ്റിയാൽ മതിയോ ഗൈസ്? നമുക്ക് ഏതായാലും ഇപ്പം മാറ്റണോ? വേണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെ മാറ്റാം ഗൈസ് വണ്ടിയുടെ കളറൊക്കെ. നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം ഗൈസ്. നമ്മളെ ഇടവഴിയൊക്കെ കുത്തിത്തിരിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. അട്ടം നിർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ല എന്നാണല്ലോ, അത് കണ്ടിട്ട് പോയി ഇത് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഒക്കെ പിടിച്ച് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് കാറിൻ്റെ മോഡ് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലക്ഷറി ആയിട്ടുള്ള കാറൊക്കെയാണ് ഇപ്പം വരുന്നത് ഗൈസ്. ഒക്കെ ഇതുപോലത്തൊക്കെ പിന്നെ പോലീസിൻ്റെ വെഹിക്കിളൊക്കെ വേറെ രീതിക്കായിട്ടുണ്ട് ഗൈസ്. ഒക്കെ അതായത് നമുക്ക് ഈ ഇടവഴി അങ്ങ് കയറ്റിക്കൊണ്ട് പോകാം ഗൈസ്. ഓടിച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. ഇത് കണ്ടോ, കുത്തുന്നുണ്ടാവും. നമുക്കിട്ട് തന്നെ വളയ്ക്കുന്നുണ്ട് അവർ. അത് അതായത് നമുക്ക് അവിടോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അയ്യോ, ഇവിടെയൊക്കെ ഉള്ളവന്മാർ ഫുള്ള് ആക്സിലേറ്ററിൽ കാലെടുക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് ആക്സിഡൻ്റാണ് ഇവിടെ ഫുള്ള്. നമ്മളെല്ലാം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബൈക്കിലൊക്കെ പോകുന്നുണ്ട്. അയ്യോ, മതി മുന്നിലോട്ട് കറക്റ്റ് കയറ്റുവാണ് കേട്ടോ. നമ്മളെ വരുന്ന വഴിയിലോട്ട് അവർ കയറ്റിക്കൊണ്ടേ വരത്തുള്ളൂ. അല്ലാത്ത വഴി കുടുംബന്മാർ ഏതായാലും കയറ്റത്തില്ല. നമ്മളാണെങ്കിൽ ഇന്നത്തെ 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ഈസൊക്കെ ഏതായാലും അവിടെ പോയിട്ട് തിരിച്ചു വരാനെങ്കിൽ. നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ 1 ദിവസത്തെ ഇതാണ് നമ്മൾ പറഞ്ഞത്, പ്ലാൻ ചെയ്തത്. പക്ഷേ 2 ദിവസമായി ഗൈസൊക്കെ. അതൊന്നും കുഴപ്പമില്ല. നമ്മളേതായാലും തിരിച്ച് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഇവിടെ ഒന്നും ഗെയിം ലോഡായിട്ടില്ല ഗൈസൊക്കെ. ഇത്ര നേരം അവിടെ ആയില്ലായിരുന്നു, അതുകൊണ്ട് ഗെയിം ലോഡാകത്താണിത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ മാപ്പൊന്ന് എടുത്തിട്ട് മാറ്റിയാൽ മതി ഗൈസ്. നിങ്ങൾക്ക് വേണേൽ ഈ ഒരു എൻ്റെ GTA San Andreasൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഗൈസൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഏതായാലും നമുക്ക് മരം കൊണ്ട് അങ്ങോട്ട് കയറ്റിയാൽ ഗൈസ്. നമുക്ക് ഓൾറെഡി അവിടെ ഒരു കാറുണ്ട് ഗൈസ്. CJയുടെ ആരോ കൊണ്ടിട്ടാണ് ഗൈസൊക്കെ. അത് ആരുടെ കാറാണെന്നൊന്നും അറിയത്തില്ല. ആരും അവിടെ കാറ് കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസൊക്കെ. CJയുടെ കാറില്ല. ആളിൽ നമുക്ക് മരം കൊണ്ട് വിടണം ഗൈസൊക്കെ. അതിൽ റൈഡറിൻ്റെ വീട് ഇവിടാണ് ഗൈസൊക്കെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, റൈഡറിൻ്റെ വീട് വിടാം. അപ്പോൾ ഇമാരുടെ 2 പേരുടെയും അതെന്ന് പറഞ്ഞാൽ ആ സിഗ്നലിൻ്റെ അവിടുത്തെ ആ വീടാണ് ഗൈസൊക്കെ. അതുകൊണ്ട്
ഇവിടുത്തെ ഒരു വീടാണ്, സിഗ്നലിൻ്റെ ആ പാലത്തിൻ്റെ അവിടെ ഉള്ളത്. ഈ ഒരു വീടാണ് അവരുടെ. അത് എനിക്കതിൽ അമ്മമാരെ ഇവിടെ കൊണ്ട് ഇറക്കാം ഗൈസ്. ഓക്കെ, അമ്മമാരെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകണം ഗൈസ്. ഓക്കെ, തിരിച്ച് കൊണ്ട് നിർത്താം. അമ്മമാരോട് ബൈയൊക്കെ പറയാം ഗൈസ്. ഓക്കെ, എന്നിട്ട് കോളം പറയാം. ഓക്കെ, അമ്മമാരോടൊക്കെ ബൈയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്മമാർ പോവാണ് ഗൈസ്. ഓക്കെ, ഇവനെ കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, ആ സൈക്കിളൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇവൻ എപ്പോഴും അവന്മാരോട് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കയറാനുള്ളതിന്. എന്താ ഗൈസ് കയറാത്തത്? കയറുന്നില്ല ഗൈസ് അങ്ങോട്ട്. ഞാൻ കയറണ്ടേ ഗൈസ്? വേണമെങ്കിൽ വേണ്ട, നമുക്ക് ആയാലും അവനെ വിളിച്ചുകൊണ്ട് കയറാൻ നോക്കാം. ഓക്കെ, കയറുന്നില്ല ഗൈസ്. ഓക്കെ, കയറിട്ടുണ്ട്. നമുക്ക് ഇവനെ കൊണ്ട് ഇത് നല്ല കാറാണ് ഇത്. ഈ റൈഡറിൻ്റെ ഇതുപോലത്തെ ഒരു കാറൊക്കെയാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഐ ലൈക്ക് യു ഗൈസ്. ഗൈസ് വണ്ടി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഓക്കെ, നമുക്ക് ആ വണ്ടി ഏതാണ് ഗൈസ് ഒന്ന് നൈസായിട്ട് നോക്കാം ഗൈസ്. ആ വണ്ടി ഏതാ ഗൈസ്? ഓക്കെ, നല്ല വണ്ടിയാണ്. ആരുടെ വണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. ആരുടെ വണ്ടിയൊക്കെയാണ് ഗൈസ്. നമ്മുടെ BMW കിട്ടായിരുന്നു അതായിരുന്നു. ഓക്കെ, കിട്ടിയാലും വലിയ കാര്യമൊന്നും നമ്മുടെ BMW ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ BMW അതുപോലെയാണ് പണിത് ഇറക്കിയിരിക്കുന്നത് ഗൈസ്. ഇവർക്ക് മറ്റേ സസ്പെൻഷൻ്റെ ആ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒക്കെ വണ്ടിയൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. തോന്നിയത് ലംബോർഗിനിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇത് ലംബോർഗിനി അല്ലേ ഗൈസ്? എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, നിങ്ങളേതായാലും പറയാം. ഒക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് കണ്ടിട്ട് ലംബോർഗിനിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ആരുടെ ആണേലും നമുക്ക് കൊണ്ട് കളയാം ഗൈസ്. നമുക്ക് വേണ്ട, നമുക്ക് BMW ഉണ്ട് ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് ശരിക്കും ഏത് കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എനിക്ക് BMW ആണ്. നിങ്ങൾക്ക് അതൊന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ BMW ആ ഷെഡിൻ്റെ അകത്തോട്ട് കൊണ്ട് വീട്ടിൽ ഇടണം ഗൈസ്. ഓക്കെ, ഇവനൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അവിടെ ട്രിപ്പൊക്കെ പോയിട്ട് വന്നപ്പം ഇനിയും ഏതായാലും റെസ്റ്റൊക്കെ എടുക്കണം. ഓക്കെ, കയറുന്നുണ്ട്. ഓക്കെ, അവനൊക്കെ എന്തിനാണ് കയറുന്നത്? ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇടാൻ വേണ്ടിയിട്ടില്ലേ? ഓക്കെ, ഏതായാലും അകത്തോട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. അവൻ ടെലിപ്പോർട്ട് അടിച്ച് ഗൈസ്. അവൻ എനിക്ക് തോന്നുന്നു മൈൻക്രാഫ്റ്റിൻ്റെ അകത്തെ എൻഡർമാനാണ്. ടെലിപ്പോർട്ട് അടിച്ച് നമുക്ക് ഏതായാലും സെറ്റാക്കാം ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെയൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതാണ്. അപ്പം ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം മറ്റവർക്ക് ബൈ. അപ്പം എന്നാൽ നിങ്ങൾ ഇത് മറക്കണ്ട ഗൈസ്. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ. അപ്പം അടുത്ത ദിവസം കാണാം ഗൈസ്.